ഗായ്സ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സൺടാൻ, അത് കയ്യിലും കാലിലും ഉണ്ടാകുന്ന സൺടാൻ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഭയങ്കര എഫക്റ്റീവാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടാൽ മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാൻഡ്ര7. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സൺടാൻ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ഫേഷ്യൽ പോലെയാണ് ചെയ്യുന്നത്. 3 രീതിയിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്തു നോക്കാം. അപ്പോൾ സൺടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രമേ സൺടാൻ നല്ല രീതിയിൽ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഒരു ഫേഷ്യൽ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമുക്കിതിൽ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിൽ സെക്കൻഡ് ഉള്ളത് ഫസ്റ്റും ഫസ്റ്റുള്ള സെക്കൻഡുമായിട്ട് ചെയ്യാം. പക്ഷേ ലാസ്റ്റുള്ള പാക്ക് നമ്മൾ ലാസ്റ്റേ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഷുഗറും ടൊമാറ്റോയും കൂടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, കാലിൽ അപ്ലൈ ചെയ്യാം, കയ്യിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്യാവുന്ന സംഭവം എന്നല്ല, ഫുൾ ബോഡി ടാനിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സൺടാൻ മാറ്റാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ടൊമാറ്റോയുടെ മാത്രം ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഹണി, ബാക്കി പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര അലിയുന്നതിന് മുന്നേ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സ്ക്രബിങ്ങിൻ്റെ ആ ഒരു തരി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. അത് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. ഒന്ന് ഉണങ്ങാനുള്ളൊരു ടൈം അതിന് കൊടുക്കണം. അതിനുശേഷം നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുക ഹണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺടാൻ ഏറ്റവും അധികം റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഹണി. അതുപോലെ തന്നെ തൈര് വെച്ച് ഇതേപോലൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തൈരാണ് കുറച്ചും കൂടെ ബെറ്റർ എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. അടിപൊളി സാധനമാണ്. അതും ഇതേ ഒരു രീതിയിലാണ് മെത്തേഡിലാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കതൊരു വെറും തൈര് മാത്രം മതി. ഇത് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കാലിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹണിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഹണിയും ടൊമാറ്റോ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹണി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺടാൻ വളരെയധികം റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി കളയണം. അതൊരു 5 മിനിറ്റെങ്കിലും ഉണങ്ങാൻ വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രമേ കഴുകി കളയാവുള്ളൂ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ടൊമാറ്റോയും അതുപോലെ തന്നെ കോഫി പൗഡറും ഹണിയുമാണ്. ഈ കോഫി പൗഡർ ഈ ഒരു ഞാൻ വാങ്ങിച്ച പാക്കറ്റിൽ 5 രൂപയാണ്. ഈ 5 രൂപയ്ക്കുള്ളൊരു പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കാനുള്ള അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പാക്കറ്റിലൊന്നും വാങ്ങിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഹണിയാണ് ചേർക്കുന്നത്. ഇതൊരു 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നിങ്ങൾക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് മാത്രമാക്കി എടുത്ത് വേണം മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ്. പക്ഷേ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഈ സ്ക്രബിങ് ഉള്ളതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ ഉപയോഗിക്കുക. അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്ക്രബിങ് ഒഴിച്ച് നിങ്ങൾക്ക് പാക്കായിട്ട് മാത്രമാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4-5 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ഈ സ്ക്രബിങ് ഉള്ളതുകൊണ്ടാണ് സ്ക്രബിങ് എല്ലാ ദിവസവും നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബിങ് ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ഇപ്പം നല്ല വെയിലാണ് ഈ സമയത്ത്. ഈ ഒരു സമയത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നതാണ്. വർഷങ്ങൾ തോറും എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ടാന് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷേ അതിന് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഞാനിത് വാഷ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. നല്ല രീതിയിൽ ഉണങ്ങിയ ഒരു ഗ്ലൈസിങ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ്. ഇനി ഞാൻ ഉണങ്ങിയതിന് ശേഷമാണ് ഇത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം 3 കാര്യത്തിലായിരുന്നാലും നന്നായിട്ട് സ്കിന്നിൽ ഉണങ്ങി പിടിച്ചതിന് ശേഷം മാത്രം അപ്ലൈ അത് വാഷ് ചെയ്ത് കളയാം. ഒരു ഹാഫ് ഡ്രൈ അത്രയൊക്കെ മതി. കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിക്കോളും. കാരണം കോഫി പൗഡറാണ്, പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ഉണങ്ങുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് വിചാരിച്ചോ, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കുടയെങ്കിലും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ നിങ്ങൾ സൺസ്ക്രീനോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് കുടയോ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു തരത്തിലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും മസ്റ്റായിട്ട് ചെയ്യണം.
തന്നെയാണ്. ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ തന്നെ കുടയും കൂടെ എടുക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം അത്രയ്ക്ക് വെയിലാണ് പഠിക്കുന്നത്. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിനും ബൈ ബൈ.